സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയ ഒന്നാണ്. എന്താണെന്നറിയാമോ? ഒരു ദിവസം എന്നോടൊരു സഹോദരി പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു ലേശം ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, കൈയുടെ പ്രത്യേക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കോളും, പ്രാർത്ഥിക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട്, അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആകണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാവില്ലേ? എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചുപോയി എൻ്റെ ഒരു പോരായ്മയെ ഓർത്ത്. എനിക്ക് അങ്ങനെ സാധിക്കുകയല്ലെങ്കിലും തമ്പുരാൻ തന്നെ അതങ്ങോട്ട് സാധിച്ചു തന്നു. നിൻ്റെ വലത് കണ്ണ് പ്രശ്നമുണ്ടെങ്കിൽ അത് ചുഴുന്നെടുത്ത് കളയുക. അത് തമ്പുരാൻ തന്നെ എടുത്ത് കളഞ്ഞു. അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയല്ല. അതിലൊരു ഭയങ്കര സന്തോഷമുണ്ടായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെങ്കിൽ അതിന്മേൽ സന്തോഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ പരം മറ്റെന്താണ് നമുക്കുള്ളത്? അതുകൊണ്ട് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് എൻ്റെ പോരായ്മകളെ പ്രതി, എൻ്റെ ബലഹീനതയെ പ്രതി. കാരണം ബലവാൻ കൂടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.